നമസ്കാരം. കരുണാകരന്റെ തട്ടകമായ തൃശൂരിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരത്തിന് കരുണാകര പുത്രി പത്മജ വേണുഗോപാൽ എത്താൻ സാധ്യത കൂടുതലാണ്. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ പത്മജയ്ക്ക് ഇതുവരെയും ബി.ജെ.പിയിൽ നല്ലൊരു സ്ഥാനം കിട്ടിയില്ല എന്ന പരാതിയാണ് തൃശൂരിൽ സ്ഥാനാർത്ഥി സ്ഥാനം നൽകിക്കൊണ്ട് ബി.ജെ.പി പരിഹരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ബി.ജെ.പിക്ക് പ്രതീക്ഷയുള്ള തൃശൂർ മണ്ഡലത്തിൽ തൃശൂർ നിയോജക മണ്ഡലത്തിലോ അല്ലെങ്കിൽ പത്മജയ്ക്ക് താല്പര്യമുള്ള തൃശൂരിലെ മറ്റേതെങ്കിലും നിയോജക മണ്ഡലത്തിലോ മത്സരിപ്പിക്കാനാണ് ബി.ജെ.പി ഇപ്പോൾ ശ്രമിക്കുന്നത്. പത്മജ വേണുഗോപാൽ കോൺഗ്രസിലേക്ക് തിരികെ പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമാക്കുന്നതിനിടെയാണ് പത്മജയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കാൻ ബി.ജെ.പിയുടെ നീക്കം. പത്മജ മുമ്പ് കോൺഗ്രസിലായിരുന്നപ്പോൾ തൃശൂരിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ജയിച്ചിട്ടില്ല. ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിക്കുമ്പോൾ പത്മജയുടെ ജാതകം തിരുത്തി കുറിക്കപ്പെടുമെന്നാണ് ബി.ജെ.പി നേതൃത്വം കരുതുന്നത്. പത്മജയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പത്മജയുടെ തീരുമാനം ഇതുവരെയായിട്ട് അന്തിമമായി വന്നിട്ടില്ല. മത്സരരംഗത്തേക്ക് ഇല്ലെന്നും ഏതെങ്കിലും ക്യാബിനറ്റ് റാങ്കുള്ള പദവി കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നാണ് പത്മജയുടെ ആഗ്രഹം. അതിനായാണ് പത്മജ കാത്തിരിക്കുന്നതെന്നും ദില്ലിയിൽ നിന്നുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരുമായി അടുത്ത ബന്ധമുള്ള പത്മജയ്ക്ക് നല്ലൊരു പദവി നൽകണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിനും താല്പര്യം. കോൺഗ്രസ് വിട്ടുവന്നിട്ടും ബി.ജെ.പി പത്മജയ്ക്ക് ഒന്നും കൊടുത്തില്ല എന്ന പരിഹാസം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. ബി.ജെ.പിയുടെ പരിപാടികളിൽ സജീവമായിട്ടുള്ള പത്മജ സോഷ്യൽ മീഡിയയിലും ആക്റ്റീവാണ്. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ പ്രഥമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബി.ജെ.പിക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ന് അന്തിമമായ ഒരു തീരുമാനമുണ്ടാകും. 15ഓളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് തീരുമാനിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ ജി കൃഷ്ണകുമാരനും കരമന ജയനുമാണ് സാധ്യത. നേമത്ത് രാജീവ് ചന്ദ്രശേഖരനും കഴക്കൂട്ടത്ത് വി മുരളീധരനും ലിസ്റ്റിലുണ്ട്. വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖ മത്സരിക്കും. തിരുവല്ലയിൽ അനൂപ് ആന്റണിയും പാലയിൽ ഷോൺ ജോർജും മത്സരരംഗത്ത് തയ്യാറായിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ അരൂരിലോ കായംകുളത്തോ മത്സരിക്കുമെന്നാണ് സൂചന. എം.ടി രമേശിനെ കോഴിക്കോടും പുറമെ തൃശൂർ സീറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പത്മജ തൃശൂരിൽ മത്സരിച്ചാൽ രമേശ് കോഴിക്കോടേക്ക് മാറും. തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെ പേര് ആറ്റിങ്ങലിൽ പരിഗണനയിലുണ്ട്. കാട്ടാക്കട ചിറയൻകീഴ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വച്ചുമാറിയിരിക്കും. ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ബി.ജെ.പിക്ക് വലിയ രീതിയിൽ ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ടെങ്കിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം മറ്റിടങ്ങളിൽ നേടാനാകാത്തത് ആശങ്കയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ കളത്തിലിറക്കാനും ബി.ജെ.പി ആലോചിക്കുന്നുണ്ട്. കോട്ടയം ജില്ലയിലെ ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജോർജ് കുര്യനെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. ബി.ജെ.പി സെൻട്രൽ സോൺ പ്രസിഡന്റ് എൻ ഹരി, ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് നോബൽ മാത്യു എന്നിവർ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിക്ക് 30,000-ലധികം വോട്ടുകൾ ലഭിച്ച മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. ജോർജ് കുര്യനെ ഇറക്കിയാൽ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടലുകൾ.